ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കോന്നി ആനക്കുട്ടിലെ മ്യൂസിയത്തിൻ്റെ അകത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഒരു ആനയുടെ വലിയൊരു പ്രതിമ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. അതിനോടടുത്ത് തന്നെ ഒരു ആനക്കൂടിൻ്റെ, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടതിൻ്റെ കൂട്ട് ഒരു ആനക്കൂടിൻ്റെ ഇതും വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് ആനയും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോകുമ്പോഴാണ് ഭിത്തിയിൽ കുറച്ച് ആനയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നല്ല ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഇതാണ് ആനയുടെ അസ്ഥികൂടം, തലയൊട്ടിയെല്ലാം. അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. കാണാത്തവർക്കായിട്ട് പ്രത്യേകം എടുത്ത് ഞാൻ കാണിക്കുക. നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആനയുടെ അസ്ഥികൂടം അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പം ആനയുടെ തലയൊട്ടിയുണ്ട്, പിന്നെ പല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ല പല്ലും കാര്യങ്ങളൊക്കെ. നമുക്കിതൊന്നും ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല, നമുക്ക് പുറമേ നിന്ന് കാണാം, കണ്ടാസ്വദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ പണ്ട് കാലത്ത് പാപ്പാമ്മ ഉപയോഗിച്ച ആനത്തോട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എനിക്കൊന്ന് ആനയെ മെരുക്കാനെ കൊണ്ട് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച കാലിലിടുന്ന സാധനങ്ങളൊക്കെയാണ്. പക്ഷേ കുറേ കാര്യത്തിന് കുറേ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. അതൊക്കെ നമുക്ക് കണ്ട് കിട്ടും. ബാക്കി അറിയാവുന്നതൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതുപോലെ ആനയുടെ പല്ലിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഈ കാണുന്നത് ആനയുടെ കാലിൻ്റെ ചിരട്ടയാണ്, മുട്ടിൻ്റെ ചിരട്ടയില്ലേ, അതാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പം ഇതും തോട്ടി പോലത്തെ സംഭവമാണ്. ഇതും പണ്ടത്തെ കാലത്ത് ആന മെരുക്കാനെ കൊണ്ട് ഉപയോഗിക്കുന്ന കാലിലിടുന്ന ചങ്ങല പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വേണം ആനയുടെ ഫുള്ളായിട്ടുള്ള അസ്ഥികൂടമൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണാത്തതെന്ന് പറഞ്ഞാൽ ഇത് ഈറുമാടം കാര്യങ്ങളും, പിന്നെ ആന തടി പിടിക്കുന്ന ഫ്ലോട്ട് പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കാണ്. അതെല്ലാം ഗ്ലാസിൻ്റെ അകത്താണ്. അതൊക്കെ എല്ലാം പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കാഴ്ചകളൊക്കെയാണ്. നമുക്ക് എന്തായാലും സമയപരിമിതി പോലെ നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിളികളുടെ ശബ്ദം, അതുപോലെ തന്നെ മൃഗങ്ങളുടെ സൗണ്ട്, അതെല്ലാം നമുക്ക് കേൾക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.